രേണുസുധിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ഇതുവരെയും അത് എത്രാമത്തെ സ്റ്റേജ് ആണെന്ന് കൺഫേം ആക്കിയിട്ടില്ല. ഇന്നലെ ട്രീറ്റ്മെന്റിന് ചേർന്ന്. അപ്പൊ എന്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ അന്ന് ചെയ്യുന്ന ദുബായിൽ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു ഇതിൽ ചെന്നപ്പോ അവിടെ വെച്ച് ഇതായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നത്. രേണുസുധിയുടെ ഒരു വിഷയം ഞാൻ ഇന്നലെ തൊട്ടേ കേൾക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണുസുധിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ഇതുവരെയും അത് എത്രാമത്തെ സ്റ്റേജ് ആണെന്ന് കൺഫേം ആക്കിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള കുറച്ച് സംഭവങ്ങളാണ് ഞാൻ കേൾക്കുന്നത്. ഈ വാർത്ത എത്രത്തോളം സത്യമാണ് എന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഈ ഒരു അസുഖം വരരുതേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാര്യം ഈ ഒരു അസുഖം കാരണം ഒരുപാട് പേര് ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. നമ്മളെല്ലാം കാണുന്നതാണ് പല പല വീഡിയോസിലൂടെയും നേരിട്ടും നമുക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളതാണ്. പക്ഷേ ഇത് ഞാൻ കേട്ട സമയത്ത് ഞാൻ 2-3 കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ ചിന്തിച്ച്. രേണുവിന് അഥവാ ഈ ഒരു അസുഖം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് രേണു പബ്ലിക്കിൻ്റെ മുന്നിൽ ഇത് വന്ന് പറയുന്നില്ല? അല്ലെങ്കിൽ രേണുവിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എടുത്ത് വെച്ച് കാണിക്കാം. അതിന് പകരം രേണു ലൈവിൽ വരുന്നു, പിന്നെ വേറെ കുറേ വീഡിയോകൾ ഇടുന്നു, കുറേ റീൽസ് ഇടുന്നു, ഡാൻസ് കളിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ അസുഖമായിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ? ഒരു പക്ഷേ ഇത് മേ ബി ഇനി ചിലപ്പം രേണുവിന് അസുഖം ഉണ്ടായിരിക്കാം, രേണുവിന് പുറത്ത് പറയാൻ താല്പര്യമില്ലായിരിക്കാം, ഇങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതിനകത്ത് ഒന്നും നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോയിൽ ഈ ഒരു അസുഖം ഉണ്ട് എന്ന് വന്ന് ഞാൻ സ്ഥാപിക്കുന്നുമില്ല. അങ്ങനെ ഒരു അസുഖം ഉണ്ടാവരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അഥവാ ഇനി രേണുവിന് ഇങ്ങനൊരു സീരിയസ് അസുഖം ഉണ്ടെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് രേണു ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും രേണുവിനെ പറ്റിയിട്ട് ഇനി ഒരൊറ്റ വീഡിയോ ഞാൻ ചെയ്യത്തില്ല. അതെൻ്റെ ഒരു വാക്കാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ വന്ന് പറയുവാണ്. ഒരു വീഡിയോ പോലും ഞാൻ രേണുവിൻ്റെ പറ്റി ചെയ്യാനും പോകുന്നില്ല. രേണുവിന് എന്ത് അപരാധം വേണമെങ്കിലും പബ്ലിക്കിൽ കടന്ന് കാണിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും പൈസ ഉണ്ടായിക്കോട്ടെ. പക്ഷേ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വന്ന് രേണുവിന് ഇന്ന അസുഖമാണെന്ന് രേണു പറഞ്ഞിരിക്കണം. എന്നാൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന് കറങ്ങുന്ന ആ വോയിസ് ഞാനിവിടെ കേൾപ്പിക്കാം. ഷഫീനത്തയുടെ കയ്യിലാണ് ഈ ഒരു വോയിസ് ആക്ച്വലി ഉണ്ടായിരുന്നത്. പുള്ളിക്കാരത്തിയാണ് എനിക്ക് അയച്ചത്. ഞാൻ എന്തായാലും അത് കേൾപ്പിക്കാം. എന്താണ് കരിമലയില് ട്രീറ്റ്മെന്റിന് ചേർന്ന്. അപ്പൊ എന്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ അന്ന് ചെയ്യുന്ന കരിമല ഹോസ്പിറ്റലില്ലേ, മറ്റേ ഇത് പോയല്ലേ, കരിമല ഹോസ്പിറ്റലില്ലേ? കരിമലയിൽ ആ ഒരു ഹോസ്പിറ്റലല്ലേ ഉള്ളത്? കരിമല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റല്. അവിടെ അന്വേഷിച്ചറിയാൻ പറ്റി. ഇത് ഒറിജിനൽ ഇതാണ്. അത് ദുബായിൽ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു ഇതിൽ ചെന്നപ്പോ അവിടെ വെച്ച് ഇതായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നത്. ഓക്കെ, ദുബായിൽ വെച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ചത്. അതിനുശേഷമാണ് പരുമലയിൽ ട്രീറ്റ്മെൻറ്റിന് വന്നത്. പരുമല എന്ന് പറയുന്നത് ചെങ്ങന്നൂരിടത്ത്, നമുക്കറിയാമായിരിക്കും. അപ്പം അവിടെ ആണ് രേണു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെന്നുള്ള രീതിയിലാണ് ഇതിൽ പറയുന്നത്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ദുബായിൽ വെച്ചാണെന്ന് പറയുമ്പോഴത്തേക്ക് 1-2 മാസത്തിന് മുന്നേ അല്ലേ രേണു ദുബായിലുണ്ടായിരുന്നത്? അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും രേണു ഇതിനെപ്പറ്റി എന്തുകൊണ്ടൊന്നും സംസാരിക്കുന്നില്ല? എന്താണ് ഇപ്പോൾ ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ? ഇനി ഇതിനകത്ത് വേറൊരു പോസിബിലിറ്റിയാണ് ഞാൻ പറയുന്നത്. ഇനി ഇങ്ങനൊരു അസുഖം ഇല്ലെങ്കിൽ വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരു മനുഷ്യരെ പറ്റിയിട്ടും പറഞ്ഞ് പരത്താനും പാടില്ല. അതും കൂടി ഞാൻ പറയാം. ഇതിപ്പോൾ വേറെ ആരെങ്കിലും പറഞ്ഞ് അവിടെ പറഞ്ഞ് ഇവിടെ കേട്ട് ഇവിടെ അവർ പറഞ്ഞാണെന്നുള്ള രീതിയിൽ ഈ ഒരു കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അൺലെസ് രേണുവാണ് ഇത് വന്ന് ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയേണ്ടത്. അപ്പം രേണുവിന് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന് ജനങ്ങളെ ബോധിപ്പിക്കുക. അതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. അവരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച ഇല്ല, ആരും വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷെ അവരെല്ലാരും അവൻ അറിഞ്ഞായിരുന്നു. ദുബായിൽ വെച്ച് ഈ സംഭവം അവർക്ക് എന്തോ ഒരു സംഭവമായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഇവിടേക്ക് വന്ന് ഞാൻ ആ ചിത്താക്ക് മെസ്സേജ് ഇട്ടതിന്റെ തലേ ദിവസമായിരുന്നു പെറ്റ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വന്നത്. അന്നാണ് കൺഫേം ആയത്. അതാണ് ഞങ്ങൾക്ക് ആളിനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇത് കേട്ടു. ഓക്കെ, അപ്പം എന്താ പറയണ്ടത്, ഇത് അത്യാവശ്യം എല്ലാവർക്കും അറിയാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തായാലും ഇങ്ങനൊരു അസുഖം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ ഇപ്പോഴും സ്റ്റിൽ പറയുന്നത്. ഇപ്പം എത്ര വലിയ നമ്മുടെ എനിമിയാണെന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു സങ്കടം ഉണ്ടാവും. ഒന്നുമില്ലെങ്കിലും രേണുവിനെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തതാണ്. ഓക്കെ, ഇനി രേണുവിന് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലാണ് ഞാൻ കൂടുതലായിട്ട് രേണുവിനെ ഇട്ട് ഒന്നും പറയാത്തത്. ഇനി ഞാൻ ഇതിവിടെ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ കാണിച്ചു തരാം. ഈ രേണുവിന് ഇപ്പോൾ സപ്പോസ് ഇങ്ങനൊരു അസുഖം ഉണ്ടെന്ന് നിങ്ങൾ വെച്ചോ. പക്ഷേ രേണു സോഷ്യൽ മീഡിയയിൽ സ്റ്റിൽ കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ എന്താ? ഞാൻ രേണുവിൻ്റെ ഒരു ലേറ്റസ്റ്റ് ലൈവ് ഞാൻ ഇവിടെ വെക്കാം. നിങ്ങളൊക്കെ എന്നെ ഇഷ്ടമുള്ളവരാണോ ഇതിനകത്തുള്ളത്? എന്നെ ഇഷ്ടമുള്ളവരൊന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തൊരു ഇഷ്ടമില്ല. അതായത് രേണു ദുബായിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഒരു അസുഖം ഡിറ്റക്ട് ചെയ്തതെന്ന് പറഞ്ഞത്.
അതിനുശേഷം രേണു നാട്ടിൽ വന്ന് എന്തെല്ലാം കാണിച്ചു വന്ന് ഈ ജനങ്ങൾക്കറിയാം. പോരാത്തതിന് കഴിഞ്ഞ ആഴ്ച രേണുവിൻ്റെ ഒരു ലൈവ് ഉൾപ്പെടെ ലീക്കായി. ആ സമയത്തും രേണുവിൻ്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടതാണ്. അപ്പം എങ്ങനെ ഇങ്ങനെ ഒരു അസുഖമുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട്. നിങ്ങളെല്ലാവരെയും പോലെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ശരിക്കും പറഞ്ഞ രേണുവാണ് തരേണ്ടത്. എന്നെ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമാണ് എൻ്റെ സബിലുള്ളവർക്ക്? ചിലവർ ഇഷ്ടമില്ലാതെ കയറിയിട്ടുണ്ട്, എൻ്റെ സബ് ലീക്കാക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. താങ്ക് യു. എന്നെ ഇഷ്ടമില്ലാത്തവരുണ്ട്. സോ ഈ ലൈവ് എന്തായാലും യൂട്യൂബിൽ വരും. കാരണം മനു എന്ന് പറയുന്ന ആ നട്ടലില്ലാത്ത നാറി ഇതിനകത്ത് കയറിയിരിപ്പുണ്ട്. സോ അവൻ ഇപ്പം തന്നെ ഇത് എന്താ പറയുക സ്ക്രീൻ റെക്കോർഡ് ചെയ്യും. സോ അവൻ ഇപ്പം തന്നെ ഇത് ലൈവ് പോസ്റ്റ് ചെയ്യും. ഓക്കെ, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനെയൊക്കെ എന്താണ്, അവനൊക്കെ റീച്ച് മാത്രമാണ് അവൻ്റെയൊക്കെ ലക്ഷ്യം. എന്നാൽ വേറൊരാളുടെ ലൈവിൽ കയറിയിട്ട് സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഒരുപാട് ഗേൾസ് ലേഡീസ് ഉണ്ട്. എടാ ചുണയുണ്ടെങ്കിൽ മനു നാറി ചെറ്റേ, നിനക്ക് ചുണയുണ്ടെങ്കിൽ നീ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേഡീസിൻ്റെയോ സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് ലൈവിൽ ചെന്നിട്ട് ലൈവ് എടുത്തിട്ട് നീ പുറത്ത് വിടണം. നീക്ക് വിവരം അറിയും. നടക്കത്തില്ല. രേണു സുധിക്കിട്ട് അസുഖമുള്ള വ്യക്തി ഇങ്ങനെയൊക്കെയാണോ വന്നിരുന്ന് ബിഹേവ് ചെയ്യുന്നത്? എനിക്കറിയത്തില്ല. എനിക്ക് ഈ വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇവരെ ഒരുപാട് എനിക്കിട്ട് അപരാധിക്കാനും മനസ്സ് വരുന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. കൊല്ലം സുധി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ പേരിലാണ് ഇവർ ഇത്രയും ഫേമസ് ആയത്. അതിനുശേഷം ഇവരെന്തെല്ലാം കാണിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ ഇപ്പം രേണുവിന് അസുഖം എന്ന് പറയുന്ന ഒരു രീതിയിൽ ഒരു വരുന്നു. അത് രേണുവിൻ്റെ വായും കൊണ്ട് രേണു എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ രേണുവിൻ്റെ അറിയാവുന്ന ആൾക്കാർ വന്ന് ഓരോ രീതിയിലുള്ള വോയിസുകൾ വിടുന്നു. ഇതിനകത്തൊക്കെ നമ്മൾ ഇതിനകത്ത് അഭിപ്രായം പറയേണ്ടത്? അത് മാത്രമല്ല, രേണുവിൻ്റെ മുഖത്തോ രേണുവിൻ്റെ അപ്പിയറൻസിലോ എനിക്ക് ഒരു രീതിയിലുള്ള ഒരു ചേഞ്ചസും എനിക്ക് മനസ്സിലാവും. സാധാരണ ഈ ഒരു അസുഖം ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കും, ഈ കീമോ എടുക്കും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ബോഡിയിൽ തന്നെ അതിൻ്റെ ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നേരെ മറിച്ച് രേണുവിന് യാതൊരുവിധ പ്രശ്നമില്ലാത്ത രീതിയിലാണ് എനിക്ക് കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത്. എന്തായാലും വ്യക്തമായിട്ട് ഇതിനൊരു ആൻസർ തന്നാൽ വളരെ നന്നായിരിക്കും. ഇനി കഴിഞ്ഞ ദിവസം കിച്ചുവിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. കിച്ചുവിൻ്റെ അടുത്ത് ഈ ലൈവിനെ പറ്റി ചോദിച്ചപ്പം കിച്ചു പറഞ്ഞൊരു അഭിപ്രായം ഞാൻ ഇവിടെ കേൾപ്പിക്കാം. ാണ് കിച്ചുവിന് പറയാനുള്ളത്. നല്ല സൂപ്പർ, ഒന്നും പറയില്ലേ. അടിപൊളി സൂപ്പർ എന്ന്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കും, ഒന്നുമില്ലെങ്കിലും അവൻ അമ്മ എന്ന് വിളിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് അവൻ്റെ അടുത്ത് അത് ആൾക്കാർ മീഡിയക്കാർ പോയി ചോദിക്കുമ്പം അവൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ അവർ ഒരു ക്ലോത്തിങ് ബ്രാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രേണുവിന് വേണമെങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. രേണു പക്ഷേ ഇതൊന്നും ചെയ്തിട്ടില്ല. അഥവാ രേണുവിന് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ രേണുവിന് എന്തെല്ലാം രീതിയിൽ ചെയ്യാം, ബിസിനസ് ചെയ്യാം, പല പല കാര്യങ്ങൾ ചെയ്യാം. എല്ലാ ആൾക്കാരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എൻ്റെ ഒരു അറിവിൽ ഇപ്പം നിങ്ങളെ തെറി വിളിക്കുന്നവർ പോലും നിങ്ങളെ സപ്പോർട്ടായിട്ട് വരും, എൻ്റെ ഒരു കണക്കൂട്ടൽ പ്രകാരം. ഇപ്പോൾ രേണു ഇതൊന്നും ചെയ്യുന്നില്ല. നേരെ മറിച്ച് രേണു ഈ ലൈവ് എടുക്കുക, സബ്സ്ക്രിപ്ഷനിലൂടെ പല പല കാര്യങ്ങൾ കാണിക്കുക. അപ്പം അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത് വളരെ ജെന്യൂനായിട്ട് പറഞ്ഞതാണ്. രേണുവിന് ഇങ്ങനൊരു അസുഖമുണ്ടെങ്കിൽ രേണു അത് വന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി ഒരു വകയും ഞാൻ രേണുവിനെ പറ്റി ഞാൻ ചെയ്യാനായിട്ട് നിൽക്കത്തില്ല. കാര്യം പിന്നെ നമ്മൾ ഇനി ചെയ്തിട്ട് എന്തോ കാര്യം അവർക്ക് ഇത്രയും വലിയൊരു അസുഖമുണ്ട്, അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ വേറെ വാക്കുകൾ ഉണ്ടാകത്തില്ല. എന്തായാലും കിച്ചുവിനെ കൊട്ടിക്കൊണ്ട് ഇന്നലെ പുള്ളിക്കാരെത്തി ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് കാണാം. നമസ്കാരം, രേണു സുധിയാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു കമൻറ്റിനെ പ്രതികരിക്കാൻ വന്നതാണ്. എൻ്റെ വീഡിയോക്കകത്തല്ല, കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് ഒരു കമൻറ്റ് ഇട്ടു. കൊല്ലം സുധിയുടെ മൂത്ത മകൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ്. ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ മക്കളാന്ന് പറഞ്ഞുകൊണ്ട് നടന്ന വ്യക്തിയാണ് രേണു. ഇപ്പം നേരെ തിരിച്ച് അങ്ങനെയൊക്കെയായി. അതായത് എത്ര പെട്ടെന്നാണ് ആരും അല്ലാന്നാവുന്നത് അല്ലേ? ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ഭർത്താവിൻ്റെ ആദ്യ മകനാണ് അല്ലേ? അവനെയാണ് ഈ പറയുന്ന കിച്ചു ആദ്യമായിട്ട് അച്ഛ എന്ന് വിളിക്കുന്നത്. അതിന് ശേഷമാണ് ഋതപ്പനൊക്കെ ഉണ്ടായത്. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് അവൻ എന്തും പറയാം, അല്ലെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവനെ എടുക്കാം. പക്ഷേ ഇപ്പോഴും നിങ്ങൾ അവനെ ഒരു ശത്രുവായിട്ട് കാണുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. മോനെ അവളുടെ കയ്യിൽ നിന്ന്, രേണുവിൻ്റെ കയ്യിൽ നിന്ന് ഋതു, അതായത് സുധിച്ചേട്ടൻ്റെ ഇളയ മകനെ നീ രക്ഷിച്ചെടുക്കടാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കമൻറ്റ് ഇടുന്ന മിടുക്കികളും മിടുക്കന്മാരും എന്ത് ചെയ്യും? കുഞ്ഞിൻ്റെ ബാഗ്, ഇപ്പോൾ സ്കൂൾ തുറക്കുക, ബാഗ് ഞാൻ തന്നെ വേണ്ട മേടിച്ചു കൊടുക്കുക. സ്വന്തം അമ്മയാണ് അതൊക്കെ ചെയ്യേണ്ടത്, അല്ല നാട്ടുകാരല്ല. രേണു തന്നെയാണ് ഇതെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് ആ കൊച്ചിന് വേണ്ടിയിട്ട്. അല്ലാതെ നാട്ടുകാർ കൊണ്ടുപോയി നോക്കിക്കോ, നാട്ടുകാർ വന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് പോക്കോ എന്നുള്ള രീതിയിലല്ല. നിങ്ങളാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത്.
കൊച്ചിന് ബാഗും പുസ്തകവും ഇതെല്ലാം വാങ്ങി കൊടുക്കേണ്ടത് നിങ്ങളാണ്. അത് ഞങ്ങളുടെ ആരുടെ ഉത്തരവാദിത്വമല്ല. ഇപ്പോൾ അത്യാവശ്യത്തിന് രേണുവിൻ്റെ കയ്യിൽ പൈസയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. പിന്നെ എങ്ങനെ പിന്നെ ഈ പറഞ്ഞോളന്മാരൊരു കമന്റ് ഇടാൻ മേലെ മോനെ നിനക്ക് കിട്ടുന്ന പൈസയെന്ന് അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും പറയാൻ മേലെ? അതൊന്നും പറയുന്നില്ലല്ലോ. ഇപ്പം ഞാനല്ലേ എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത്. അപ്പം ഞാൻ നോക്കിക്കോളാം കേട്ടോ, വൃത്തിയായിട്ട് നോക്കിക്കോളാം കേട്ടോ. സ്വന്തം കുഞ്ഞിനെ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, വേറെ ആരും നോക്കണമെന്ന് ഇവിടെ ഒരു മനുഷ്യരും പറയുന്നില്ല. എന്തായാലും ഇത്രയൊക്കെയാണ് രേണുവിൻ്റെ വിഷയങ്ങൾ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം. കാര്യം ഈ ഒരു അസുഖത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാര്യം ഒന്നുമില്ലെങ്കിലും രേണു കാണിക്കുന്ന തോന്നിവാസങ്ങൾ നമ്മളൊക്കെ എടുത്തു വെച്ച് പറഞ്ഞിട്ടുണ്ട്, രേണുവിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, സ്റ്റിൽ ഇപ്പോഴും വിമർശിക്കുന്നുമുണ്ട്. ഇന്നും പറഞ്ഞ് രേണുവിന് ഒരു അസുഖം വരണം അല്ലെങ്കിൽ രേണുവിന് ഈ ഭൂമി രേണു ജീവിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. രേണുവിൻ്റെ പേഴ്സണൽ ലൈഫിലോട്ടും ഞാൻ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുമില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ സ്റ്റിൽ പറയുവാണ്, രേണുവാണ് ഈ ഒരു കാര്യത്തിന് ക്ലാരിറ്റി തരേണ്ടത്, അല്ലാതെ വേറെ ആരുമല്ല. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പുറത്ത് വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.